സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് പരീക്ഷിക്കുക എന്നുള്ളത് എനിക്ക് എപ്പോഴും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്ന് ദാ ഈ ഒരു സംഭവമാണ് ട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഫാബ്രിക് ബട്ടൺസ് മേക്ക് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇതിന് കുറച്ച് ഹെവി ആയിട്ടുള്ള ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ടൂളാണ് ട്ടോ. ഇതിന്റെ പല സൈസസുള്ള ഡൈസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മൾ ഏതാണ് ഡൈ വേണ്ടത് അതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. എക്സ്ട്രാ ഉള്ള ഫാബ്രിക്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിന്റെ ഒരു താഴ്ഭാഗത്ത് ഒരു ഹോളുള്ള ഒരു പോർഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ട്ടോ. പല രീതിയിൽ ഇത് ചെയ്യാം. ഞാൻ ഈ രീതിയിലാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഇത് ഏത് ഡയലാണോ മാച്ച് ആവുന്നത് അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. സംഭവം ദാ ഇത്രയും ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അടിപൊളിയായിട്ട് കിട്ടും. ഇതാ ഞാൻ ചെറിയ സൈസിലും കൂടി ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. അതും ഇതേപോലെ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ആദ്യമേ ഒന്ന് ഒരു ത്രെഡ് ഇട്ട് ടൈ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഈ രീതിയിലാണ് ചെയ്യാറ്. ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ ആയിട്ട് വരാറുണ്ട്. ഇതുപോലെ നമുക്ക് ഏതിലാണോ പാകമാവുന്നത് അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ബാക്കിലൊന്ന് തട്ടി കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മേടിച്ച ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം ട്ടോ.